ഗുരുവായൂരിൽ തുളസിത്തറയെ അവഹേളിച്ച സംഭവത്തിൽ ഹൈക്കോടതി ഇടപെടൽ. പുണ്യമായ തുളസിത്തറയിൽ സാമൂഹ്യവിരുദ്ധ പ്രവൃത്തി ചെയ്ത് ഹൈന്ദവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയതായി കോടതി നിരീക്ഷിച്ചു. അബ്ദുൽ ഹക്കീമിനെതിരെ പോലീസ് നിയമ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി രേഷ്മയും ആനന്ദും ചേരുന്നുണ്ട്. രേഷ്മയിലേക്ക് ആദ്യം പോവാം. രേഷ്മ, ഹൈക്കോടതി കൃത്യസമയത്ത് ഇടപെട്ടിരിക്കുന്നു, വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു ഇത്തരം സംഭവങ്ങളിൽ പോലീസ് നടപടിയെടുത്തേ മതിയാവുകയുള്ളൂ എന്ന്. എന്താണ് കോടതി വ്യക്തമാക്കിയത്? രേഷ്മയും ആനന്ദും ഹൈക്കോടതിയിലെ വിവരങ്ങൾ രേഷ്മ നൽകും. ഒപ്പം ഈ അബ്ദുൽ ഹക്കീമിനെ കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. രേഷ്മ, എന്താണ് കോടതി വ്യക്തമാക്കിയത്? വീണ, ഈ തുളസിത്തറയെ അപമാനിച്ചുകൊണ്ട് അബ്ദുൽ ഹക്കീം നടത്തിയ സാമൂഹ്യവിരുദ്ധ പ്രവൃത്തിയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നിശ്ചിത ഭാഷയിലുള്ള വിമർശനം ഉണ്ടായിട്ടുള്ളത്. ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം തുളസിത്തറ എന്ന് പറയുന്നത് ഒരു പുണ്യമായിട്ടുള്ള സ്ഥലമാണ്, പുണ്യമായ ഇടമാണ്. അത്തരമൊരു ഇടത്ത് ഈ ഒരു സാമൂഹ്യവിരുദ്ധ പ്രവൃത്തി ചെയ്തതിലൂടെ ഹൈന്ദവ മതത്തെ അല്ലെങ്കിൽ ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തി എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ഈ അബ്ദുൽ ഹക്കീമിനെതിരെ നിയമാനുസൃതമായിട്ടുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കണമെന്നുകൂടി ഹൈക്കോടതി ഉത്തരവിൽ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന് ആധാരം എന്ന് പറയുന്നത് നേരത്തെ ഈ സമൂഹ മാധ്യമങ്ങൾ വഴി ഈ ഒരു സാമൂഹ്യവിരുദ്ധ പ്രവൃത്തി സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ അത് വലിയ രീതിയിൽ പ്രതിഷേധത്തിൽ വകവയ്ക്കുകയും അല്ലെങ്കിൽ പ്രതിഷേധത്തിനിടയാക്കുകയും അത് വലിയ രീതിയിൽ പങ്കുവയ്ക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീരാജ് കൈമളിനെതിരെ പോലീസ്, ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. അതിൽ ശ്രീരാജ് കൈമളിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് അബ്ദുൽ ഹക്കീമിനെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം. ചില ചോദ്യങ്ങൾ കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ദൃശ്യങ്ങൾ ഹൈക്കോടതി പരിശോധിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ പരിശോധിച്ച സംഭവത്തിൽ അല്ലെങ്കിൽ ഈ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വസ്തുതകളിലൂടെ കടക്കുമ്പോൾ ഈ ഒരു ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ പറയുന്ന വ്യക്തിക്ക്, അതായത് ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ള അബ്ദുൽ ഹക്കീമിന് മാനസിക നിലയിൽ ബുദ്ധിമുട്ടുള്ളതായി കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ മാനസിക നിലയിൽ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ മാനസിക പ്രശ്നമുള്ള വ്യക്തിയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ഹോട്ടലിന്റെ ലൈസൻസ് ഉടമയാകുന്നത് എന്നുള്ള ചോദ്യം കൂടി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നാഷണൽ പാരഡൈസ് എന്ന ഹോട്ടലിന്റെ ഉടമയാണ് അല്ലെങ്കിൽ അതിന്റെ ലൈസൻസ് കൈവശം വെച്ചിരിക്കുന്ന വ്യക്തിയാണ് ഈ അബ്ദുൽ ഹക്കീം. അത്തരത്തിൽ ലൈസൻസ് കൈവശം വെക്കുവാനായിട്ടും ആ ഉടമയായിട്ടും തുടരാനായിട്ട് എങ്ങനെയാണ് അബ്ദുൽ ഹക്കീമിന് സാധിക്കുക? ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ബിജെപി ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അനിൽ, സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കുന്നു, അത് കൃത്യമായി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ശക്തമായ വിമർശനം തന്നെ ഉണ്ടായിരിക്കുന്നു. നടപടിയെടുക്കേണ്ടതാണ്, പോലീസ് നടപടിയെടുക്കേണ്ടതാണ്, ഇത് ക്രിമിനൽ കുറ്റമാണ് എന്ന രീതിയിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എങ്കിലും എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തോടുള്ള പ്രതികരണം? ഇത് അന്ന് തന്നെ ഈ വിഷയം സമയത്ത് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ സമാന രീതിയിൽ ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് പല തരത്തില് ഇത് എന്താ പറയാ, ഈ വിഷയം ആദ്യമാണെങ്കിലും, അതായത് തുളസിത്തറയെ ബഹുമാനിച്ച വിഷയം അത്തരത്തിലുള്ള ഒരു വൈകാരികമായ വിഷയം ആദ്യമാണെങ്കിലും പലതരത്തിൽ ഇയാളുടെ ഭാഗത്ത് അനിഷ്ട സംഭവങ്ങൾ ഗുരുവായൂരിൽ ഉണ്ടായിട്ടും പോലീസ് അതിന് യാതൊരു നടപടിയും എടുത്തിട്ടില്ല. അത് മാത്രമല്ല, ഈ വിഷയം കഴിഞ്ഞതിന് ശേഷം ഈ സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റ് എന്താ പറയാ, ഇത്തരത്തിലൊരു വ്യക്തി ഇത് ചെയ്തു, തുളസിത്തറയെ അപമാനിച്ചു എന്ന് പോസ്റ്റ് ഷെയർ ചെയ്തതിന്റെ പേരിൽ ഇപ്പൊ ശ്രീരാജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഏകദേശം ഒരു 10-30ഓളം ദിവസം അകാരണമായിട്ട് ഈ ഇവിടുത്തെ ഗുരുവായൂർ പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി പുലർച്ചെ ചെയ്ത് കൊണ്ടുവരിക ചെയ്ത്. അപ്പൊ നിസാര കാര്യത്തിൽ, അതായത് ഒരുപാട് പേര് അത് ഷെയർ ചെയ്തിട്ടുണ്ട്, കാരണം അത് പ്രതികരിച്ചിട്ടുണ്ട് പല ആളുകളും. പക്ഷെ അതില് പോലീസ് ചെയ്യുന്ന വെച്ചാൽ ഇത് കുറ്റകൃത്യം നടത്തിയ ആൾക്കെതിരെ ഒന്നും ചെയ്യാതെ അത് ഷെയർ ചെയ്ത ആളുകൾക്ക് എതിരെ കേസെടുക്കുന്ന നടപടിയാണ് ഈ പോലീസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഗുരുതരമായ വീഴ്ചയാണ്. അതെന്തായാലും കോടതി അത് കണ്ടെത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള കോടതിയുടെ ഇടപെടൽ കാരണം സമൂഹത്തിൽ വലിയൊരു സന്ദേശം തന്നെയാണ്. കാരണം പോലീസ് ഇനിയെങ്കിലും ഇത് കണ്ടിട്ടെങ്കിലും അവരൊരു മര്യാദ പഠിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. വളരെ നന്ദി അനിൽ പ്രതികരിച്ചതിന്. അദ്ദേഹം പറഞ്ഞത് അനുസരിച്ചാണ് എങ്കിൽ ഇതിനു മുൻപ് ഈ ഒരു വിഷയം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ആ പോസ്റ്റ് ചെയ്ത വ്യക്തിക്കെതിരെയാണ് പോലീസ് ആ വ്യക്തിയാണ് ഫോളോ ചെയ്തത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രേഷ്മയിലേക്ക് വീണ്ടും പോവുകയാണ്. രേഷ്മ, ഇത്തരം വിഷയങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യം, അതായത്
നമുക്ക് പോലീസ് സ്റ്റേഷനുകളുണ്ട്, അവിടെ പോലീസുകാരുണ്ട്. ഈ വിഷയങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങൾ സൈബറിടങ്ങളിലെ സൈബർ ക്രൈം വരെ നോക്കിയിരിക്കാൻ ആളുകളുണ്ട് എന്ന വിശ്വാസത്തിന്മേലാണ് നമ്മുടെ ജീവിതം. പക്ഷേ ഇത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നു ഈ വിഷയത്തിലൊരു നടപടിയെടുക്കാൻ. വീണ, ഈ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ പരക്കെ ഒരു പ്രതിഷേധവും അതോടൊപ്പം തന്നെ ഇതിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനിങ്ങും ഒക്കെ തന്നെ നടന്നിരുന്നു. ആ സമയത്താണ് മതസ്പർദ്ധ വളർത്തുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ആളുകൾക്കെതിരെ കേസെടുക്കുന്ന പ്രതികാര നടപടിയിലേക്ക് കടന്നത്. മറിച്ച് അബ്ദുൾ ഹക്കീമിനെതിരെ, അതായത് ഇത്തരമൊരു മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്ത തുളസിത്തറയെ അപമാനിച്ച വ്യക്തിക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാനായിട്ട് പോലീസ് തയ്യാറായതുമില്ല. അബ്ദുൾ ഹക്കീമിന് മാനസിക പ്രശ്നം ഉണ്ട് എന്നുള്ളതായിരുന്നു പോലീസ് അന്ന് നൽകിയ മറുപടി. ഇക്കാര്യത്തിലാണ് ഹൈക്കോടതി വ്യക്തത വരുത്തിയിരിക്കുന്നത്. മാനസിക പ്രശ്നം ഉള്ള വ്യക്തി എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയെടുത്തത്? ഈ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയെടുത്തതിലടക്കം ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് ഹൈക്കോടതി ഉത്തരവിലെ മറ്റൊരു നിർദ്ദേശം. അതുമാത്രവുമല്ല, ഈ ഹോട്ടലിന്റെ നടത്തിപ്പും തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണം കൃത്യമായിട്ട് നടന്നില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. പ്രഥമ ദൃഷ്ട്യാ തന്നെ ആ വീഡിയോ പരിശോധിക്കുന്ന ഘട്ടത്തിൽ ചെയ്യുന്നത് സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലെന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അന്ന് ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച അല്ലെങ്കിൽ അതിൽ പ്രതിഷേധ സ്വരം ഉയർത്തിയ ആളുകൾക്കെതിരെയാണ് കേസെടുത്തത്. അബ്ദുൾ ഹക്കീമിനെതിരെ ചെറുവിരൽ അനക്കുവാൻ പോലും കേരള പോലീസ് തയ്യാറായില്ല. ഇനി സ്വാഭാവികമായിട്ടും നടപടി എടുത്തേ മതിയാകൂ. കാരണം കൃത്യമായിട്ട് ഹൈക്കോടതി ആ ഉത്തരവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അബ്ദുൾ ഹക്കീമിനെതിരെ നിയമപരമായിട്ടുള്ള നടപടി പോലീസ് സ്വീകരിക്കണം. ഈ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയതിലടക്കം ഒരു അന്വേഷണം വേണം. ഹോട്ടൽ നടത്തിപ്പിലടക്കം, അതായത് എങ്ങനെയാണ് മാനസിക പ്രശ്നമുള്ള വ്യക്തി ഹോട്ടൽ നടത്തുന്നത്, ഡ്രൈവിംഗ് ലൈസൻസ് നേടിയെടുക്കുന്നത്, ഇതിലടക്കമാണ് അന്വേഷണം നടത്തേണ്ടത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ഇനി തുടർന്ന് ഉള്ള നടപടികൾ പോലീസാണ് സ്വീകരിക്കേണ്ടത്. മതസ്പർദ്ധ വളർത്തുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഏകദേശം 3ഓളം കേസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്തു. പക്ഷേ അബ്ദുൾ ഹക്കീമിനെതിരെ ഈ ഒരു വിഷയത്തിൽ പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. യഥാർത്ഥത്തിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന ഒരു സമീപനവും പ്രവൃത്തിയും തന്നെയായിരുന്നു അബ്ദുൾ ഹക്കീമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനുശേഷം അയാൾ നൽകിയ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു പ്രതികരണം എന്ന് പറയുന്നത് തന്റെ തൊട്ടടുത്ത സ്ഥാപനത്തിലെ ഉടമയോടുള്ള വൈരാഗ്യം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഈ ചിത്രങ്ങൾ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് തുളസിത്തറയെ അപമാനിച്ചുകൊണ്ടുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി അത് ഒരു വൈരാഗ്യത്തിന് പുറത്ത് മാത്രമല്ല, ഒരു ഗൂഢോദ്ദേശത്തിന്റെ പുറത്തു കൂടിയാണ് എന്ന് വ്യക്തമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ നടപടിയുടെ അടിസ്ഥാനത്തിലാണ് ഇനി പോലീസ് തുടർ നീക്കങ്ങളിലേക്ക് അല്ലെങ്കിൽ നടപടിയിലേക്ക് കടക്കേണ്ടത്. കേസ് എടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസിനെ കടക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ കേരള പോലീസിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള നാണക്കേട് കൂടിയാണ്. കാരണം ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പോലീസ് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ വിഷയത്തിൽ ഒരു കാര്യഗൗരവമായിട്ടുള്ള ഒരു വിഷയം ഉണ്ട്, മതസ്പർദ്ധ വളർത്തുന്ന അല്ലെങ്കിൽ ഹിന്ദു മതത്തെ അതിന്റെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും അതിന് യാതൊരു ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിച്ചില്ല എന്നുള്ള ചോദ്യവും ഹൈക്കോടതി ഉയർത്തിയിരിക്കുന്നു. എന്തായാലും ഹൈന്ദവ വിശ്വാസികൾ ഉന്നയിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇനി പോലീസ് നടപടിയെടുത്തേ മതിയാകൂ. ഇത് തന്നെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവിലും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഓക്കെ, ശരി രേഷ്മ. ആനന്ദ്, ഈ വിഷയം പോലീസിന്റെ ശ്രദ്ധയിലേക്ക് വരുമ്പോൾ ഈ ഒരു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് അത് എല്ലാവരും കാണുകയും വലിയ പ്രതിഷേധത്തിൽ വരികയും ചെയ്തപ്പോൾ അവിടെ പോലീസിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ നിശ്ചിത വിമർശനം നടത്തിയത്. മറിച്ച് ഈ വിഷയത്തിലൊരു നടപടി, ഈ പ്രവൃത്തി ചെയ്ത പ്രതിക്കെതിരെ ഒരു നടപടി എടുക്കണം എന്നുള്ളതിനേക്കാൾ കവിഞ്ഞ് ഇത് ഷൂട്ട് ചെയ്യുകയും ഇത് ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത ആൾക്കെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോയത്? എന്തായാലും ഈ ഒരു സംഭവം ഉണ്ടായതിൽ തുടക്കം മുതൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകളും ഈ വിഷയത്തിൽ പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളും അതുപോലെ തന്നെ പരസ്യമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. VHP അടക്കമുള്ള സംഘടനകളും ഈ അധിക്ഷേപിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ തുളസിത്തറ ശുദ്ധീകരിക്കലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകളെല്ലാം നടത്തിയിരുന്നു. അതുപോലെ തന്നെ
BJP-യും ഒരു രാഷ്ട്രീയ പാർട്ടി നിലയ്ക്ക് BJP-യും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തിയിരുന്നു. ഈ വ്യക്തിയുടെ പേരിലുള്ള ഹോട്ടലിലേക്ക് BJP നൈറ്റ് മാർച്ച് നടത്തിയിരുന്നു, പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു ഈ നാഷണൽ പാരഡൈസ് ഹോട്ടലിലേക്ക്. അന്നെല്ലാം ഉയർന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, പ്രത്യേകിച്ച് ഈ സംഭവം ഉണ്ടായതോടുകൂടി തന്നെ പോലീസ് സോഷ്യൽ മീഡിയ വഴിയാണ് അറിയിക്കുന്നത് അത് ഇയാൾക്ക് മാനസിക വൈകല്യമുണ്ട്, അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റേതെങ്കിലും കണ്ടന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് പോലീസ് ആദ്യം തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ അപ്പോഴും BJP അടക്കമുള്ള സംഘടനകൾ സമൂഹത്തിലെ ചില വ്യക്തികളും ചോദിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇത്തരത്തിൽ ഈ മാനസിക വൈകല്യമുള്ള ഈ വർഷങ്ങളോളം ആയി പ്രശ്നം നേരിടുന്ന ഈ വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു ഹോട്ടൽ നടത്താനുള്ള ലൈസൻസ് ലഭിക്കുന്നത്? പ്രത്യേകിച്ച് ജനങ്ങളുടെ ആരോഗ്യം വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലൊന്നാണ്. അപ്പോൾ ഒരു ഹോട്ടൽ ലൈസൻസ് നടത്തിപ്പിന് എങ്ങനെ സാധിച്ചെടുത്തു? അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വാഹനത്തിന്റെ ലൈസൻസ് ഇയാൾക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടല്ലേ ഇത്തരം കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം അനുമതികൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭരണകൂടം നൽകേണ്ടത് എന്നുള്ള ഒരു ചോദ്യം തുടക്കം മുതൽ തന്നെ ഉയർന്നിരുന്നു. അതേസമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ മറ്റ് ഈ ഷെയർ ചെയ്ത ആളുകളുടെ പേരിലേക്ക് കേസെടുക്കുന്ന ഒരു സാഹചര്യം പോയിരുന്നു. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങളും വലിയ ചോദ്യങ്ങളും ഉയർന്നിരുന്നു. ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിലുള്ള ഈ ഒരു ചില ജഡ്ജ്മെന്റുകൾ ഹൈക്കോടതിയുടെ ചില നിലപാടുകൾ എന്തായാലും കൃത്യമാണ്. അതിൽ വളരെ വലിയ ഒരു ആശ്വാസം പൊതുവെ ഈ ഒരു വിഭാഗത്തിനും കിട്ടിയിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇത്രയും ഗുരുതരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പക്ഷേ ആ തലത്തിലേക്ക് വിദ്വേഷം പടർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത ആൾക്കും തീർച്ചയായിട്ടും കുറ്റം ലഭിക്കണം അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കണം എന്ന് തന്നെയാണ് പൊതുവെയുള്ള ഒരു ആവശ്യം. എന്തായാലും ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നായിട്ടുണ്ട്. ഇനിയും നിയമ നടപടിയുമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പൊതുവെ ഹൈന്ദവ സംഘടനകൾ BJP-യും അറിയിച്ചിട്ടുള്ളത്. വീണ, യെസ്, നമുക്ക് വിദ്യാസാഗർ ഗുരുമൂർത്തിയിലേക്ക് പോകാം. സാമൂഹ്യ നിരീക്ഷകൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഈ ഒരു വിഷയം തുടർച്ചയായി ഇത്തരം അവഹേളനങ്ങൾ പലതും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്, പലതും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നുണ്ട്, അതവിടെ അവസാനിച്ചു പോകുന്ന കാഴ്ചയും. പക്ഷേ ഈ ഒരു വിഷയം ഇപ്പോൾ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വരുമ്പോൾ കോടതി കൃത്യമായി ഇടപെട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നു പോലീസ് ഈ വിഷയത്തിൽ ഇടപെടണം, കേസെടുക്കണം എന്ന കാര്യം. ഇത് കോടതി പറഞ്ഞാൽ മാത്രമാണോ പോലീസിന് ബോധ്യപ്പെടുക എന്നൊരു സാഹചര്യം കൂടി വന്നിട്ടുണ്ട്. പോലീസ് മാത്രമല്ല, ഈ ദൃശ്യം പ്രചരിപ്പിച്ച ആൾക്കെതിരെ അയാളെ പിന്തുടരുന്നൊരു സാഹചര്യമാണ് അവിടെ ഗുരുവായൂരിൽ ഉണ്ടായത്. എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? അല്ല, ഇത് വളരെ വ്യക്തമായ മതവിവേചനമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതായത് ഇത്രയും വലിയൊരു വൃത്തികേട് കാണിച്ച, ഇത്രയും വലിയൊരു ക്രൈം കാണിച്ച ഈ വ്യാപാരിക്കെതിരെ, ഈ ഹോട്ടൽ ബിസിനസ്സുകാരനെതിരെ യാതൊരു നടപടി എടുക്കുകയും ചെയ്തില്ല. അതേസമയത്ത് അത് തെറ്റാണെന്ന് കാണിച്ച് പോസ്റ്റ് ഇട്ട ആളെ ജയിലിലടയ്ക്കാനുള്ള നടപടി എടുക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ പോലീസ് കൃത്യമായ മതം നോക്കി തന്നെ പെരുമാറുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയോ എന്ന ആശങ്കയാണ് നമുക്ക് എല്ലാം ഉള്ളത്. ഇത് മാത്രമല്ല, ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികൾ ഇങ്ങനെ പരസ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ കാണിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ധൈര്യം ലഭിച്ചിരിക്കുന്നു ഇത്തരക്കാർക്ക് എന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, പോലീസിനകത്ത് ചില ഫോഴ്സസ് ഉണ്ട്. അവർ കൃത്യമായി മതവിവേചനം ചിന്തിച്ചുകൊണ്ട് തന്നെ പെരുമാറുന്നവരാണ്. പോലീസിനകത്ത് പച്ച വെളിച്ചമെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ മുമ്പ് വന്നിരുന്നല്ലോ. അപ്പൊ ഇത്തരം പച്ച വെളിച്ചങ്ങൾ ഇതിനകത്ത് കാണും. അപ്പൊ അവർ വളരെ കൃത്യമായിട്ട് ആരെ ചാർജ് ചെയ്യണം, ആർക്കെതിരെ കേസ് ചാർജ് ചെയ്യരുത് എന്നുള്ള ഒരു ഒരുമയോട് കൂടിയാണ് കേരളത്തിൽ ആകമാനം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചില മതക്കാർ എന്ത് തന്നെ കാണിച്ചാലും അതിൽ ഇടപെടേണ്ടതില്ല, എന്നാൽ മറ്റുള്ളവർ അത് ചൂണ്ടിക്കാണിച്ചാൽ അവരെ പിടിച്ച് അകത്തിടണമെന്നുള്ള നിയമം എന്ന് പറഞ്ഞാൽ ഔറംഗസീബിന്റെ കാലത്ത് പോലും ഇത്രയും വൃത്തികേട് നടന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി പ്രതികരിച്ചതിന്. രേഷ്മയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. രേഷ്മ, ഹൈന്ദവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്ന് തന്നെയാണ് കോടതി നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. അത് ഒരുപക്ഷെ ഹൈന്ദവരുടെ വികാരം എന്നുള്ളതിനേക്കാൾ കവിഞ്ഞ് തുളസിത്തറ എന്നത് എത്രത്തോളം ഭാരതത്തിൽ പരിപാവനമായി കാണുന്നതാണ് എന്ന് അറിയാത്തവരല്ല ഈ പ്രവൃത്തികൾ ചെയ്തത്. മനഃപൂർവ്വം അവഹേളിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായ സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ എത്രത്തോളം ശക്തമായിട്ടാണ് കോടതി ഈ വിഷയത്തിൽ, മാത്രമല്ല ഇത്തരം വിഷയങ്ങളിൽ പോലീസ് എന്ത് നടപടി എടുക്കണം എന്ന നിരീക്ഷണം കൂടിയല്ലേ, നിർദ്ദേശം കൂടിയല്ലേ കോടതി നൽകിയിരിക്കുന്നത്?
അതെ വീണ, അതായത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇതിൽ ഒരു കുറ്റം വ്യക്തമാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ അഭിഭാഷകൻ ഹാജരാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പരിശോധിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കടന്നത്. പുണ്യമായിട്ടുള്ള സ്ഥലം, അതായത് ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം പരിപാവനം ആയിട്ടുള്ള പുണ്യമായിട്ടുള്ള ഒരിടം തന്നെയാണ് തുളസിത്തറ. അത്തരമൊരു തുളസിത്തറയിൽ ഈ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്ത ദൃശ്യങ്ങൾ അത് പോലീസിന് ലഭിച്ചു. എന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് അതിലെ വ്യക്തി, അതായത് ആ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിക്കെതിരെ നടപടി സ്വീകരിക്കാത്തത്? ഇതൊരു അതിശയോക്തിയോടെ കൂടി തന്നെയാണ് ഹൈക്കോടതി ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഒടുവിൽ ഹൈക്കോടതിക്ക് കൂടി പറയേണ്ടി വന്നു, ഇതിൽ കൃത്യമായിട്ടുള്ള നടപടി അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഈ പറയുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിക്കെതിരെ സമഗ്രമായിട്ടുള്ള അന്വേഷണം വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ നടത്തണമെന്നുള്ളതാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ പറയുന്നത്. കാരണം ഇതിൽ പോലീസ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത്, മാനസിക പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ് അബ്ദുൽ ഹക്കീം എന്നുള്ളതാണ്. പക്ഷേ ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഒരു മാനസിക പ്രശ്നമുള്ള വ്യക്തിയുടെ പ്രവൃത്തി പോലെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഹൈക്കോടതി പറയുന്നത്. വസ്തുതകൾ പരിശോധിക്കുന്ന സമയത്ത് പ്രഥമ ദൃഷ്ട്യാ ഈ പറയുന്ന മാനസിക പ്രശ്നം ഈ വ്യക്തിക്ക് ഉണ്ട് എന്ന് കാണാൻ സാധിക്കുന്നില്ല എന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഹോട്ടൽ നടത്തിപ്പ്, അതായത് മാനസിക നില ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഹോട്ടൽ ലൈസൻസി ആയിട്ട് തുടരുന്നത്, അതോടൊപ്പം തന്നെ ആ വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നേടാൻ സാധിക്കുക? മാനസിക പ്രശ്നമുള്ള ഒരു വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസ് നേടിക്കഴിഞ്ഞാൽ അയാൾ ഓടിക്കുന്ന വണ്ടി ഇടിച്ച് ആർക്കെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഫലം ആയിട്ടുണ്ടാകുക? ഇതടക്കമുള്ള ചോദ്യങ്ങളാണ് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വന്നത്. തുടർന്നാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ അന്വേഷണം മതിയാകണം, അതായത് അന്വേഷണം നടത്തിയേ പറ്റൂ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയത്. എന്തായാലും പ്രോസിക്യൂഷന്റെ വാദഗതികൾ അപ്പാടെ തള്ളിക്കൊണ്ട് തന്നെയാണ് ഈ നിലവിലെ കേസിൽ പ്രതിയായിട്ടുള്ള ശ്രീരാജ് കൈമളിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജാമ്യം അനുവദിച്ചത്. അതോടൊപ്പം തന്നെ ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ള തുളസിത്തറയെ അപമാനിച്ച വ്യക്തിക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടി പോലീസ് ഉടൻ സ്വീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് കേരള പോലീസാണ്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് പോലീസിന് കടന്നേ മതിയാവൂ. കാരണം സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ കൃത്യമായിട്ട് ഒരു പാരഗ്രാഫ് മുഴുവൻ ഈ പറയുന്ന പോലീസിന്റെ കെടുകാര്യസ്ഥതയും വീഴ്ചയുമാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പ്രഥമ ദൃഷ്ട്യാ ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യത്തിൽ പോലീസ് കാട്ടിയ അലംഭാവം അത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. വീണ, ഓക്കെ, ശരി രേഷ്മ.